വെൽക്കം ടു എഡ്ജു ഡീറ്റെയിൽസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്കി ആൻഡ് ഐക്യു ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ഓസ്കി ഐക്യു ആൻഡ് കാൻഡിഡേറ്റ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഒരുപാട് കാൻഡിഡേറ്റ്സ് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് ദേ ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ദർ ഓസ്കി എക്സാംസ്. കാരണം അവർക്ക് റൈറ്റ് മെറ്റീരിയൽസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു നാച്ചുറലി അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഡ്യൂറിങ് എക്സാമിൽ. അപ്പം അത് എങ്ങനെ നമുക്ക് മാറ്റാം, എങ്ങനെ നമുക്ക് ബീങ് ഏബിൾ ടു റെസ്പോണ്ട് ഇൻ റിയൽ സിറ്റുവേഷൻ, ആ ഒരു രീതിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാനുള്ളത്, ഈവൻ ദോ ഹു ആർ പ്രിപ്പയറിംഗ് വെൽ, ദേ ആർ ഫോളോയിങ് ദ സെയിം സ്ട്രാറ്റജീസ്, മെമ്മറൈസിങ് തിങ്സ്. അപ്പോൾ ഇൻ ദ എക്സാംസ് ദേ ഫൈൻഡ് വെരി ഡിഫിക്കൽറ്റി ഓർ ദേ കുഡന്റ് ഏബിൾ ടു പെർഫോം നാച്ചുറലി. അപ്പോൾ ശരിക്കും അങ്ങനെ ഉണ്ടാകരുത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓസ്കി ഈസ് നോട്ട് അബൌട്ട് ജസ്റ്റ് മെമ്മറൈസിങ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് ക്രിട്ടിക്കലി, ലേൺ ഡീപ്ലി, അതുപോലെ തന്നെ ബീങ് ഏബിൾ ടു റെസ്പോണ്ട് റിയൽ സിറ്റുവേഷൻസ്. അങ്ങനെ എപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് നിങ്ങൾക്ക് ഓസ്കി വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഐക്യുവിൻ്റെത് നിങ്ങൾ ചിലപ്പോൾ CBTയോ പ്രോമെട്രിക് ആംഗ്ലക്സ് ആറിന് അതുപോലുള്ള എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാകാം. അപ്പോൾ നിങ്ങൾക്കൊരു തിയററ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ശരിക്കും ഒരു ക്രാഷ് കോഴ്സ് ഒരു 15 days, അതിൽ കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ 1 or 2 days നിങ്ങൾക്ക് ന്യൂസിലാൻഡിൻ്റെ സ്കോപ്പ്, സ്റ്റാൻഡേർഡ്സ്, പ്രാക്ടീസ്, അതുപോലെ കൾച്ചറൽ സേഫ്റ്റി, ട്രീറ്റ് ഓഫ് വൈറ്റാങ്കി, അതുപോലെ ഇവിടുത്തെ കോമ്പിറ്റൻസി, ഇൻട്രൊഡക്ഷൻ, എങ്ങനെ അറ്റൻഡ് ചെയ്യാം, കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഒരു പ്രാക്ടീസ്, നേഴ്സിംഗ് പ്രാക്ടീസ്, അതുപോലെ നോളജ്, അതുപോലെ കൾച്ചറൽ സേഫ്റ്റി, അതുപോലെ ന്യൂസിലാൻഡ് സ്കോപ്പ്, കോമ്പിറ്റൻസി, ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അസസ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് ഐക്യുനും അതുപോലെ തന്നെ ഓസ്കിയും. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ന്യൂസിലാൻഡിൻ്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഓക്കെ ആണ് എന്ന് അവർക്ക് ഉറപ്പുവരുത്തുകയും വേണം. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഐക്യുവൻ ഓൺലൈൻ തിയറിയുടെ സാമ്പിൾ മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ റിയൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതെല്ലാം തന്നെ ആൻസേഴ്സ് വിത്ത് റാഷണൽ ആണ്. അപ്പോൾ നമ്മളുടെ ഈ വർക്ക് ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ എക്സാമിന് കിട്ടുകയും നല്ലൊരു കോൺഫിഡൻസ് കൂടുകയും ഏകദേശം അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എക്സാമിന് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ റാഷണൽ ഉള്ളത് കൊണ്ട് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആ ആൻസറിന് ഒരു കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അപ്പോൾ ഐക്യുൻ ഓൺലൈൻ സാമ്പിൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് ഉണ്ട്, 15 days വിത്ത് മെറ്റീരിയൽസ് ആൻഡ് സം ഓറിയൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒരുപാട് കാൻഡിഡേറ്റ്സ് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി നല്ല ലെവലിൽ നമ്മുടെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുകയും അത് യൂസ്ഫുൾ ആണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓസ്കിയുടെ റോൾ പ്ലേ സിനാരിയോസ് അതെല്ലാം തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെയും ക്രാഷ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പറയുക, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നാൽ അതിൽ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ എപ്പോൾ സാധിക്കുന്നു, പാനിക്കാകാതെ എന്ത് ചേഞ്ചസ് വന്നാലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു, അന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അവിടെ ചെല്ലുമ്പോൾ സിറ്റുവേഷൻ മാറുന്നു. കാരണം ഒരുപാട് സെയിം സ്ട്രാറ്റജി പഠിച്ചു വെച്ചിട്ട് പോകും, പക്ഷെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യങ്ങൾ മാറുമ്പോൾ പെട്ടെന്ന് പാനിക്കാകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതുപോലെ സ്റ്റുഡൻസ് എല്ലാം ഒരേ പാറ്റേൺ യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് അവർ റിയൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇത്ര വർഷത്തെ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻവിറ്റേഷൻ തരുള്ളൂ ഈ എക്സാമിന്. അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേഴ്സിംഗ് പ്രാക്ടീസ് സ്കില്ലുണ്ട്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതേ നാച്ചുറൽ ഫീലിൽ തന്നെ റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ അതെല്ലാം വിത്തിൻ ദ സ്കോപ്പ് ആയിരിക്കണം, ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം, അതുപോലെ ന്യൂസിലാൻഡ് കൾച്ചറൽ സേഫ്റ്റി ഡെലിഗേഷൻ, അതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂസിലാൻഡിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് കോമ്പിറ്റൻസി, എന്താണ് ഡെലിഗേഷൻ, എന്താണ് കൾച്ചറൽ സേഫ്റ്റി, ട്രീറ്റ് ഓഫ് വൈറ്റാങ്കി എന്താണ്, ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു നേഴ്സിംഗ് സ്കില്ലിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ഓസ്കി എക്സാം പാസ്സാകാനും സാധിക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.